ഇല്ല, പൈസ ഇല്ല എന്നുള്ളത് ഇവർക്ക് ഈ 2 പെണ്ണുങ്ങളാന്ന് മനസ്സിലായപ്പോൾ കുണ്ടൂർ വരെ പോയിട്ട് ആ ജീപ്പ് പിന്നെ ഇവർ ബൈക്ക് അങ്ങോട്ടും പോയി വെന്നൂരിക്കും പോയി. പിന്നെ ഈ ജീപ്പ് പിന്നെ എങ്ങോട്ടാണ് പോയി, ഇവർ പെണ്ണുങ്ങളല്ലേ, ഇവർ പേടിച്ചിട്ട് ഇവർ മുന്നോട്ട് വിട്ടുപോയി. ഈ ജീപ്പ് കുണ്ടൂർ വരെ. അപ്പോൾ ആണില്ല, പൈസ ആ കൂട്ടത്തിലില്ല എന്ന് കണ്ടിട്ട് പൈസെല്ലാം ശരിയാക്കാനായിരിക്കും ഇപ്പം കോള് ചെയ്തത്. ഇവനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പണി കൊടുക്കാമെന്ന് എഴുതി പോയതായിരിക്കും ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചപ്പോഴല്ല, അപ്പം നമുക്ക് അതിൻ്റെ പോട്ട് അറിയില്ല. അപ്പം ഇവ ഇല്ലയെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ 2 പെണ്ണുങ്ങളെ ഉള്ളു നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്ന ഊഹിച്ച് പറഞ്ഞതുണ്ടാ. ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഈ വണ്ടി പിന്നെ തിരിച്ച് വിട്ടതായിരിക്കും. വണ്ടി പിന്നെ കണ്ടില്ല. അങ്ങനെ ഇവർ വെന്നൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഇവരാരോടും പറഞ്ഞില്ല. ഇതിങ്ങനെ സംഭവം ഉണ്ടാവും ഇതൊന്നും അവരാരും ഗവനിച്ചില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതൊക്കെ മക്കൾ പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം പൈസയിൽ മരിച്ചെന്ന് രാവിലെ വെളുപ്പിന് 4 മണിക്ക് ഈ കവിതൻ്റെ ഭർത്താവ് പറഞ്ഞ ആൾ കഴുത്തിറക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ആൾ പിന്നെ ഇവളോട് ഇവൻ്റെ 4 മണിക്ക് വെളുപ്പിന് അലാരം വയ്ക്കും ഫോണിൽ. അപ്പോൾ അത് അവന് വെക്കാനറിയില്ല. അലാരം വെക്കാനറിയാതായപ്പോൾ അവൻ്റെ ഒരു കുട്ടീനെ 2 കുട്ടികളുണ്ട് ചെറിയ, ആ കുട്ടികളെ വിളിച്ചിട്ട് ഇവൻ വെപ്പിച്ച് ഈ ഫോണിൽ അലാരം വെപ്പിച്ച്. അപ്പോൾ ഇവനൊരു വെപ്രാളൊക്കെ ഉണ്ട്. കുട്ടികൾ നേരെ അയക്കണോ നോക്കണം, 4 മണി തന്നെയാണ് വെച്ചത്, നേരെ 4 മണി തന്നെയാണോ എന്ന് ചോദിച്ച്. അച്ഛൻ 4 മണിക്കാണ് ഞാൻ വെക്കലുണ്ട് നീ ചെറിയ കുട്ടി പറയുകയും ചെയ്ത്. അത് പറഞ്ഞ് ഫോണിൽ അലാരം വെച്ച് അവനും മക്കളും കൂടി അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇതൊരു ഐഡിയ ഇപ്പം ഇങ്ങനെ ആയപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു ഐഡിയ ആയിരിക്കും അത്. വെച്ചാൽ ഫോൺ കോൾ അന്നേരത്ത് അവന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ആർക്കാണ് ഇപ്പോൾ ഈ കോള് ചെയ്തത്? അപ്പം ഇപ്പം ആരെയും ചോദിച്ചാൽ, കുട്ടികൾ വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അച്ഛൻ ഞങ്ങളെടുത്തുണ്ടായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയിരുന്നു എവിടെയും പോയിട്ടില്ല എന്ന് പറയല്ല. ആ സത്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ചെയ്യിച്ചതാണോ എന്ന് ഊഹിച്ചെടുത്തതാണ് ഞങ്ങൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മരുമകൻ്റെ വീട്ടിൽ അടുത്തടുത്താണ് വീട്. ഇത് ഞങ്ങളെ വീട്, അത് അവരെ വീട്. അപ്പോൾ എന്നും ഇവൻ ഒറ്റയ്ക്ക് മദ്യപിച്ച് വന്നിട്ട് കിടക്കണോണ്ട് പിള്ളേരെ അങ്ങോട്ട് വിടലില്ല മോള്. അന്ന് വന്നുകൊണ്ട് പിള്ളേർ അന്ന് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മോൻ്റെ യാത്രയപ്പിന് ഗൾഫിലേക്ക് പോകുകയല്ല, യാത്രയപ്പിന് എൻ്റെ മൂത്ത മകളെ കുട്ടികളും എല്ലാം കൂടി വന്നപ്പോൾ കിടക്കാനും സൗകര്യക്കുറവായപ്പോൾ മോൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്നാൽ എവിടെയെങ്കിലും പോയിക്കോളൂ. ഇതുവരെ അച്ഛന് കിടന്നപ്പോൾ പേടിയില്ല, എന്നെന്താ ഒരു പേടി, എന്നാൽ പൊയ്ക്കോളി നിങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ മക്കളല്ലേ പൊയ്ക്കോളിന്ന് പറഞ്ഞ് ഇവനെ വിളിച്ച് കുട്ടികളെ വിളിച്ച് വരുത്തിയപ്പോഴാണ് കുട്ടികളെ വിട്ടും ചെയ്ത്. ആ കുട്ടികളെ കൊണ്ടാണ്, ചെറിയ കുട്ടീനെ കൊണ്ടാണ് ഇവങ്ങനെ അലാരം വെപ്പിച്ചത്. അപ്പം അത് ഞാൻ അടിച്ചോ, പിന്നെ കുട്ടികൾ ഉറങ്ങിയ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇനി അത് അടിച്ചോ അതാ ഇനി വെളുപ്പിന് 4 മണിക്ക് ഇങ്ങനെ അമ്മസാങ്കാനും അമ്മായിമാനും വിളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വെച്ചെന്ന് നമുക്കറിയില്ല. പിന്നെ അവൻ രാവിലെ ഞങ്ങളൊക്കെ നീച്ചിട്ടില്ല, ഞങ്ങളന്ന് താമസിച്ചാണ്. അപ്പം നീച്ചിട്ട് പിന്നെ ഒരു വെപ്രാളത്തിൽ നീച്ചുകൊണ്ട് ആരോ ഒരു കോൾ അപ്പോൾ വന്ന്, ആ കോള് വന്നേക്കിപ്പം താഴത്തങ്ങാടിക്ക് പോയതാണ്. പിന്നെ ഈ മറ്റേ വെളുപ്പിന് അലാരം വെച്ചാൽ എന്തിനാന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് സംശയം കുടുങ്ങി. ഇവ ന്യൂസ് കൊടുക്കാനായിരിക്കും, വരുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് ആള് പോവും വരുന്നുണ്ടെന്ന് പറയാനായിരിക്കും ഞങ്ങളിങ്ങനെ ഊഹിച്ചെടുത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏറെ സംഭവങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ചോർന്നു പോയതാണ്. ഓ ഇവിടെ അവിടെ അങ്ങാടി പോയി ഇത് കണ്ടിട്ട് ഉടൻ തന്നെ അങ്ങോട്ട് വന്നു. അപ്പോഴല്ലേ ഞങ്ങൾ അറിയണില്ല, ഞങ്ങൾക്കിത് അറിയില്ല. ഇവന് രാവിലെ എന്നോട് പറഞ്ഞാൽ പിന്നെ അമ്മ മാറ്റി നിൽക്കും, ഞാൻ വണ്ടിയായിട്ട് വരാം, അന്ന് പിറ്റേ ദിവസം പോണതാണല്ലോ, കോട്ടേഴ്സിലേക്ക് വരാം, മാറ്റി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാറ്റി നിന്നിട്ട് കാണാതായപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കി എന്താ അവനെ കാണാത്തതെന്ന്. 6 മണിയൊക്കെ ആയപ്പോൾ ഇതൊന്നും അങ്ങാടിയിൽ നടക്കണമെന്നും ഞങ്ങൾ അറിയണില്ല, വീട്ടിലല്ലേ. കാണാതായപ്പോൾ അവനെ വിളിച്ചപ്പോൾ കോൾ ചെയ്തപ്പോൾ ഞങ്ങൾ ആരെ കോള് കണ്ടിരുന്നാലും അപ്പോൾ അവൻ കട്ടാക്കിയിട്ട് തിരിച്ച് വിളിക്കലാണ് പതിവ്. ഈ ഫോണ് ബെല്ലടിച്ച് തിന്ന്. അപ്പം ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പം മോള് പറഞ്ഞ് അത് വിളിക്കാൻ പോകുമാവും, വണ്ടിയിൽ പോകണോണ്ട് അവന് വെപ്രാളം കൊണ്ട് മറ്റവരെ കൊണ്ടുവരാനൊന്നും പോകാനുള്ളൊരിതല്ല, നിങ്ങൾക്ക് മോൻ്റെ അടുത്തേക്ക് പോകാനുള്ള വെപ്രാളം, അവന് അതിലും വലിയ വെപ്രാളം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നുള്ളൂ. കോളടിച്ച് നിന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം കുടുങ്ങി, ഇതെന്താ ഇപ്പം ഫോൺ എടുക്കാത്തത്, അത് പോണ വഴിയാവുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കോളടിച്ച്, അപ്പോഴും ഇതുപോലെ ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ബെല്ലടിക്കുന്നുണ്ട് അവൻ്റെ കീശയിലല്ലേ ഫോൺ കിടക്കണം. അപ്പോഴത്തേനും അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവർ അവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ കീശയിൽ കിടക്കുകയാണ്. കീശയിൽ നിന്ന് ബെല്ലടിച്ചപ്പോൾ അവന് ജീവനില്ലാത്ത അവന് ഇതെടുക്കാനും പറ്റില്ല, ഞങ്ങൾ അറിയണില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അറിയണവർക്കൊക്കെ ഇങ്ങോട്ട് വിളിച്ച്, ഇത് എൻ്റെ ആങ്ങളുടെ മക്കളെ വീടാണ്, ഇവർക്കൊക്കെ വിളിച്ച്, കോട്ടേഴ്സിലേക്ക് അവൻ്റെ ഭാര്യ കോട്ടേഴ്സിലുണ്ട് അവർക്ക് വിളിച്ച്. അപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിച്ച്, പിന്നെ ഇവിടുന്ന് പോയിട്ട് കുറേ നേരമായല്ല, അവിടെ താന്നൂരെത്തി വരാനുള്ള നേരമായി തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പിടിയിട്ട് അവൾ അറിഞ്ഞിട്ടില്ല എന്ന്.
പിന്നെ എല്ലായിടത്തേക്കും വിളിച്ചു നോക്കിയിട്ട് എവിടേക്കും ഒന്നും എടുക്കണില്ല. പിന്നെ ഇവരച്ഛൻ താഴത്തങ്ങാടി പോയിട്ട് ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞ് നമ്മളെ ഉണ്ണീനുണ്ട് താഴത്ത് വെട്ടി നുറുക്കിയിട്ടിരിക്കണമെന്നുള്ള ആ ഒരു പറച്ചിൽ മാത്രം കേട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നുമില്ല. അത്ര.